വായിക്കണം. മത്തായി 22. യേശു പ്രതികരിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. ഈ വിശ്വാസത്തില്ല കണ്ടോ? ആ എല്ലാം കൂട്ടിയിലാകുന്ന കാര്യം മുഴുവൻ ഏക കർത്താവ്. അതാണ് ഈശോ പറഞ്ഞ ലൂക്ക 4:8 ഏക സത്യത്തെ വെച്ച ആരാധിക്കാവോ. കണ്ടോ? അവരോട് പറഞ്ഞത് അനേകം ദേവന്മാരൊക്കെ കാണും, കണ്ണു നടക്കും. 1 Corinthians 8 1-6 വരെ പറയണം. എന്നിട്ട് പറഞ്ഞാൽ 4-ാം വാക്യത്തിൽ ജനക്ക് ബൈബിൾ പറയുമ്പോൾ ബൈബിൾ എടുത്ത് കഴിയണം. ആദ്യം ബൈബിൾ എടുക്കുന്നവർക്ക് എന്നെ കൊടുക്കാൻ നമുക്കൊരു ദൈവമേ ഉള്ളൂ, ആരാണോ സർവവും സൃഷ്ടിച്ചത്. നമുക്കൊരൊറ്റ ദൈവമേ ഉള്ളൂ, ആരാണോ സർവവും സൃഷ്ടിച്ചത്. ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത് ആ പിതാവ്. ആ വിശ്വാസത്തിൽ വരണം. ആ പിതാവ് ഒരു കർത്താവേ നമുക്കുള്ളൂ. ഒരൊറ്റ കർത്താവേ സംസാരിക്കും. ഇതുകൊണ്ടാണ് പകുത്ത് പറഞ്ഞത് മത്തായി 16:16 ഞാൻ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ് ക്രിസ്തു. അതാണ് പറയണത്. പറഞ്ഞ കടങ്കവയാണ്. എല്ലാം അവിടെ പോയാൽ കേൾക്കുന്നത് കടന്നതേ കള്ളസാക്ഷ്യം. അത് നമ്മുടെ വിശ്വാസം എല്ലാത്തിനും അവധിയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം വേണ്ട, നമ്മളെല്ലാം മടങ്ങിപ്പോകണം. പിന്നെ കുടിക്കാൻ പോകുക. ജലത്തെ 3:3 പറയണമെന്ന് വിശ്വസ്തരായി മാറണം. ഓരോരുത്തരും കർത്താവ് വചനത്തിൽ പൂർണ്ണ വിശ്വസ്ത അറിയിക്കണം. മായം ചേർക്കാത്ത വചനം. അതിനാണ് കർത്താവ് അവസാന നാളുകളെ എടുക്കുന്നത്. അതിനാണ് നമ്മളെ ഇങ്ങനെ എടുക്കുന്നത്. മായം ചേർക്കാത്ത വചനങ്ങൾ അത് ലോകത്തിന് മനസ്സിലാവുക. അവർക്കൊരു ബോധത്തരണം. ഇതുകൊണ്ടാണ് ഞാൻ 1 Corinthians സ്റ്റാൻഡില് 9:16 വായിക്കും. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. മനുഷ്യ മനസ്സ് വേണ്ടതൊക്കെ തലയ്ക്ക് അതിന്റെ തത്വശാസ്ത്രം, മറ്റേശാസ്ത്രം, ഇന്നലെ വന്ന പൊതുവാണ് കോപ്പിയശാസ്ത്രവും തലയ്ക്ക് എല്ലാം വെക്കാൻ അവർക്ക് തലയ്ക്ക്. പിന്നെ അവിടെ നയിച്ചു വരുന്നു കണ്ടോ? വേദാന്ത ശാസ്ത്രങ്ങളെല്ലാം തലയ്ക്കേറ്റ് വെച്ചിട്ട് അതുകൊണ്ടാണ് അതിന് ദൈവത്തെ കാണാൻ കാണുമോ? പാപത്തിൽ കണ്ടുകൊണ്ട് ആർക്കും ഈശ്വരനെ കാണാൻ സാധിക്കും? ഒരിക്കലും സാധ്യമല്ല. അതാണ് എത്രയും 12 14 17 പറയുന്നത്. ആരുടെ വിദ്വേഷമുണ്ടെങ്കിൽ ഈശ്വരനെ നഷ്ടപ്പെടും. ഈശ്വരനെ എത്തിക്കാൻ സാധിക്കുമോ? ഇല്ല. അതോ അതുകൊണ്ടാണ് കൃപയിൽ നിൽക്കണമെന്ന് കൃപ നഷ്ടപ്പെടുത്തി കളയുന്ന റോമ 6:14-15 അതിൽ കാണാപ്പുറം പഠിക്കും. ചില വേണം കാണാപ്പുറം പഠിച്ചാലേ നിങ്ങളുടെ നിൽക്കുകയുള്ളൂ. അപ്പൊ രാത്രി കിടക്കുമ്പോൾ വളർന്നു പെട്ടെന്ന് ഒന്നിട്ട് വേണ്ടി ഇത് സ്വപ്നം കണ്ടെത്താം. സ്വപ്നം കാണുന്ന ആരാണ് കൂടുതൽ? 8-ാം വാക്യത്തിൽ സ്വപ്നം ഇഷ്ടം വരുന്നതാണ് ഈ മലയാളത്തിൽ ഇരിക്കുന്നത്. വേണ്ടാത്ത കാര്യമൊക്കെ ആലോചിച്ചാൽ രാത്രി കിടക്കുമ്പോൾ വലിയ ആന ഓടിക്കുന്നു. പാമ്പുന്നതിനെ കൂട്ടമായിട്ട് പാമ്പുകളാണ് ഇല്ലേ? അസ്ഥിക്കൂടുകളാണ്. പിന്നെ വെച്ചിലേക്ക് കാണുന്നത് പലതിനാണ് മുതല പാവൊളിക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ മുഖത്ത് എത്രയൊക്കെ ചോദിക്കാം. അവൻ പറയും വേറെ അവൻ പറയും അതിന്റെ പട്ടിനെ കണ്ടാതിരിക്കും. കൊക്കിയിൽപ്പെട്ടാതിരിക്കും. കൊക്കിയുടെ മേലത്തെ മെഴുകിയിൽപ്പെട്ടാതിരിക്കും. മെഴുകി കത്തിയാക്കി ചോദിച്ച് അവസാനം വീട്ടിൽ പറ്റുണ്ടാകുന്നില്ല. 2 പറ്റാതി വന്ന് അവനും നിങ്ങൾ കൊടുക്കും. ഇല്ലെന്ന് പറയാം. പ്രകൃതി കൊടുക്കുന്നുണ്ട്. എന്തെല്ലാം ചെയ്തു വേണ്ടാത്ത കാണിച്ചിട്ടുണ്ട് ഇല്ലേ? എല്ലാവർക്കും അത്രയും ചെയ്തിരിക്കുകയാണ്. ഞാനെല്ലാവർക്കും കണ്ടോ? ഞാനുണ്ടെങ്കിൽ ചെയ്യുന്നു ഇല്ല. പിന്നീട് 3 ലക്ഷം രൂപ ഇതെല്ലാം അത് ഗൾഫിൽ നിന്നും കൊണ്ടുവന്നപ്പോൾ അവനറിയാം. അവൻ ഉടനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് അപ്പത്തന്നെ ഒരു ടാക്സ് അങ്ങോട്ട് വന്ന് ഇപ്പൊ തന്നെ നമുക്കൊരു ബിസിനസ് നടത്തിയാൽ അവിടെ 17 വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലം പ്രയോഗിക്കും. വക്രതയാർന്ന ഉപദേശം കാശി നാടിയിടുകയും തൂച്ചറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകുന്നില്ല. അവൻ ആദ്യം കൗശലം പ്രയോഗിക്കും, പിന്നെ വഞ്ചന പ്രയോഗിക്കും, പിന്നെ തെറ്റിക്കപ്പെടും. ഇതിനെ 3 പെട്ടെന്ന് അപ്പൊ കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ കൊടുത്തു. പിന്നെ കിട്ടുമോ? ചോദിച്ചപ്പോ
കാക്കയുമാണ്. അപ്പോൾ ഉൽപ്പത്തി 16 ഇങ്ങനെ കാര്യത്തിൽ താങ്ങുണ്ടോ? ഞാനും ഉണ്ടായിരുന്നില്ല. ഇത്തിരി കത്താൻ എന്തെങ്കിലും മനോക്കറിയായിരുന്നില്ല. അപ്പൊ മക്കളെ ഞങ്ങൾ തീർന്നു കൊടുത്ത് എത്തിച്ചു വന്നിട്ടില്ല. ഒക്കെ മടങ്ങി വരും. അയോധ്യക്ക് നടക്കുന്ന അമേരിക്കക്ക് പലപ്പോഴും പോകണം എന്നെ ഇഷ്ടമില്ല. അയാൾക്ക് പുസ്തകം മറ്റൊന്ന് പോയത് പോണ കഴിയുന്ന വചനമില്ല. ധർമ്മത്തിൽ ഇവർ സംഗീതം കൊണ്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല. നമുക്ക് സംഗീതത്തിൽ വന്നിട്ട് തന്നെ മാത്രമില്ല. സംഗീതം ഉണ്ടെങ്കിൽ ആ സംഗീതം ഹൃദയത്തിൽ തന്നു. അപ്പൊ 119 സംഗീതം 119 പരങ്ങളിൽ വായിക്കാം. ഇനി 34 വായിച്ചു. സംഗീതം 139 പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കാനും വേണ്ടി എനിക്ക് അറിവ് നൽകണമേ. പലരും പ്രാർത്ഥിക്കുന്ന ആളുകളല്ല. പൂർണ്ണ അനുസരിക്കാനും വേണ്ടി എനിക്ക് അറിവ് നൽകണം. അപ്പൊ ഈ പൂർണ്ണതയിലേക്ക് വരാനായിട്ട് നമുക്ക് സമയമെടുക്കും. ഇതാണ് യോഹന്നാൻ 3:3 വീണ്ടും ജനിക്കണം. 3:5 ഈ ആത്മാവിൽ ജലത്തിലൊക്കെ ജനിക്കണം. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് കുമ്പത്താലെന്ന കുറിച്ചിലൊക്കെ നമ്മൾ കുമ്പത്താഴ്ച ഇങ്ങനെ വരണം. വ്യക്തമായി എത്രത്തോളം കുമ്പത്തായിരിക്കും അത്രത്തോളം കൃപയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ വെറുതെ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് 2 പുസ്തകം 1-15 വരെ മുഴുവനുമായിട്ടുണ്ട്. ഏത് വിശ്വാസത്തിൽ നിങ്ങൾ പോകണം, എങ്ങനെ വരണം, ഏത് സ്നേഹമാണ്. സ്നേഹം പലതരത്തിലും കളിച്ച സ്നേഹമുണ്ട്. ആ സ്നേഹം കടമഴിക്കാൻ വരുമ്പോൾ പിന്നെ അതെ നല്ല കാര്യമാണ്. ഏതൊക്കെ എന്ത് കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. അതില്ല അതെ നിങ്ങൾക്ക് പഠിച്ചിട്ടില്ലേ? കടം കഴിക്കാൻ വരുന്നത് വെറുതെയാണോ വരുന്നത്? കുളിച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട്. അച്ഛൻ പോയിരിക്കാൻ യാക്കോബ് 4:14 ബാക്കിയാണ്. അതെല്ലാം കെട്ടാവും. എന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥ മോഹം ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ എന്റെ കാരുണ്യത്തിനായി യാചിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ യാചിച്ചാല് അങ്ങയുടെ വാഗ്ദാനത്തിനൊക്കെ വിധം എന്നോട് കൃപ തോന്നുന്നു. വാഗ്ദാനം ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുണ്ടല്ലോ, അനേകം വാഗ്ദാനങ്ങളുണ്ടല്ലോ അല്ലേ? ആദ്യം ഒറ്റ ദിവസത്തിലും കൃപ തോന്നുന്നു തരുന്നു നമുക്ക്. ഓർപ്പുകളുടെ ദൈവം ഇട്ട് പറഞ്ഞിരിക്കുന്നില്ലേ? എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ഏതാ വരുന്നതാ? 14 സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. എന്നെ വിശ്വസിക്കുന്നവനും ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവനും അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ആരില് മഹത്വപ്പെടുത്താൻ? മഹത്വപ്പെടുത്താന് ഞാൻ പ്രവർത്തിക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തിട്ടുണ്ട്. ചെയ്തവരുടെ വാഗ്ദാനമല്ലേ? ഈ വാഗ്ദാനമാണ് കേട്ടത്. ആ സംഗീതം 119:58 പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ എന്റെ കാരുണ്യത്തിനായി യാചിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനത്തിനൊത്ത വിധം എന്നോട് കൃപ തോന്നണമേ. അപ്പൊ ഈ കാരുണ്യത്തിന് യാചിക്കുമ്പോ ദൈവം ഈ കാരുണ്യമാണ്. അതാണ് എബ്രായർ 4:14-16 വയസ്സിൽ 16 കാരുണ്യം കൃപയും ആദ്യം കിട്ടുന്നതാണ് നമുക്ക് കാരുണ്യം. ഈ കാരുണ്യത്തിൽ കൂടിയാണ് കൃപ വരുന്നത്. ഈ കൃപ വരുമ്പോഴാണ് ദൈവം എല്ലാ ദാനങ്ങളും തരുന്നത്. അപ്പോഴാണ് ഞങ്ങൾ പ്രാർത്ഥിക്കണേ, നല്ലൊരു ഭർത്താവിനെ കിട്ടണേ, ഇല്ലേ, എന്റെ ഭാര്യനെ കിട്ടണേ, അത് കിട്ടണേ. അപ്പൊ ദൈവം എല്ലാം തന്നിരിക്കും. ഭർത്താവിന് വാഗ്ദാനമാണോ? മത്തായി 6:33. ആദ്യം അതുകൊണ്ടാണ് നമ്മൾ
തള്ളിക്കളയുന്നവരെല്ലാം മൂലക്കല്ലായിട്ട് വരും. കണ്ടോ? ഏറ്റവും പ്രോബ്ലമാറ്റിക് സൈഡില് ഏറ്റവും മുന്നിൽ ഒരു ഒരാൾക്ക് നിങ്ങൾ അറിയണത് അതാണ് റോമ 11 ആ 30 തൊട്ട് 32 അപ്പൊ അനുസരിക്കാതൊക്കെ നടക്കുന്നുണ്ടല്ലോ. കുറച്ചൊക്കെ അതടിച്ച് കള്ളടിച്ച് മറ്റായിരിക്കും അല്ലേ? അതിന് വേണ്ട പേർക്ക് വലിയ പ്രയാസങ്ങളാണ്. ഇനി അവൻ വരുമ്പോഴോ ഇവിടെ ഇങ്ങനെ വളർത്തി ഇങ്ങനെ നടക്കും. ആമ നടക്കണമല്ല. മറ്റവൻ വരുമ്പോഴോ അവൻ വരുന്നത് സ്റ്റെഫാനസിനെ പോലെ ആയിരിക്കും. കണ്ടോ? കൃപയിലും കണ്ടോ? ഈ ശക്തി വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? കൃപ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അപവാദങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. കണ്ടോ? ചിലപ്പോൾ എന്തെല്ലാം അപവാദങ്ങൾ പറഞ്ഞു. സത്യം ആയിട്ട് വല്ല ബന്ധം ഉണ്ടാവുമോ? യാതൊരു ബന്ധം ഉണ്ടാവില്ല. പക്ഷെ അതെല്ലാം ക്ഷമയോടെ മനസ്സിലാകുന്നുണ്ടാവും. 1 പത്രോസ് 2:19 1 പത്രോസ് 1:6 നമ്മൾ കൃപയിലാണ്. കൃപയാണ്. അല്പകാലത്തേക്ക് വിവിധ തരം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും ആദ്യം പറയല്ലേ, ഓ ഇതേപോലെ ഒരു പുതിയ കുഞ്ഞാളൊക്കെ ഇല്ലേ? ആരെയൊക്കെ വിളിച്ചോണ്ട് കുഞ്ഞാള പണ്ട് ആരും വിളിച്ചോ? ഡയറക്ടറെ വരുന്നുണ്ടല്ലോ അല്ലേ? അതിനൊക്കെ വിളിച്ചോ? വിളിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഇതെല്ലാം കുറ്റക്കാരുണ്ടായിട്ടുണ്ടല്ലോ. അത് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അത് കേൾക്കണം. ഈ കൃപയിലോട്ട് വരുന്നത്, കൃപ ശക്തിയിലോട്ട് വരും. അപ്പൊ ദൈവം നമ്മൾ അപ്പൊ ഈ വേദനകളെല്ലാം ആര് പങ്കെടുക്കും? ക്ലോസസ് 1:24 അല്ലോ. അതിനൊക്കെ ഫിലിപ്പിയ എടുത്ത് തീർന്നില്ലല്ലോ. ഫിലിപ്പിയ 2 അത് വായിച്ചു കഴിഞ്ഞാൽ കൊളോസസിലോട്ട് കിടക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴും അനുസരണയോടെ എന്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയലോടും കൂടി നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും എന്തെന്നാൽ തന്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കണം. അപ്പൊ നിങ്ങൾ ഉത്തേജിപ്പിക്കുന്ന ആരാണ്? ദൈവമാണ്. ഈശായിരിക്കും ഉത്തേജിപ്പിക്കുന്നത്. കണ്ടോ? എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കം കൂടാതെ ചെയ്യുകയും അങ്ങനെ കണ്ടോ? ഇതാണ് വിശുദ്ധ പൗലോസ് 2 കൊരിന്ത്യർ 9 6 തെറ്റുകളുടെ കാര്യത്തിൽ സന്തോഷത്തോടെ നൽകുന്നവരെയാണ് ദൈവത്തിൽ. സന്തോഷത്തോടെ നൽകുന്നവരാണ് ദൈവത്തിൽ. അതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ പറയുന്നത് 20:24 ആർക്കെങ്കിലും 42 പറഞ്ഞില്ലേ? ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ എത്ര ഒറ്റ ആളും വെച്ചുപോയില്ല. അതുകൊണ്ടാണ് പ്രഭാഷകന്മാര് ദുഃഖം. അതെ, പ്രഭാഷകൻ 17:22 പറഞ്ഞു. ചെണ്ട വെച്ചിട്ട് പത്രത്തില് പോസ്റ്റ് കൊടുത്തിട്ടും കൊടുക്കണം കേട്ടോ. നല്ല ആയുർവേദം അറിയുമല്ലേ? പലരും കിട്ടുമല്ലോ സാധനം നോക്കുന്നു. അതാണ് മത്തായി 6:1-4 നിങ്ങൾ ഹൃദയമാണ് കർത്താവ് പരിശോധിക്കുന്നത്. ആറ് കേൾക്കുമ്പോൾ അതുകൊണ്ടാണ് ഇത് കരുണയാണ്. അതാറ് കരുണപ്പോ കർത്താവ് പിന്നിൽ നിന്ന് വലിയൊരു ജനത പുറപ്പെടുവിച്ചോ. അത് അത് കരുണയാണ് ദൈവത്തിന്. അപ്പൊ നമ്മൾ എന്ത് പാവം ചെയ്ത് മഴയ്ക്ക് ക്ഷമിക്കണമെന്ന് പൊട്ടിക്കഴിഞ്ഞു വന്നാലും ഇതാണ് 10, 26, 25 ഒത്തിരി കരഞ്ഞെന്ന് പറഞ്ഞു. വെറുതെ പറയാനാണ് കള്ളക്കത്തിൽ. അതാണോ കള്ളക്കത്തിൽ രണ്ട് കണ്ടത്? ഒരു സാധനം എന്നൊക്കെ മേടിക്കാൻ കരയില്ല. എല്ലാം കൂടി വിശ്വാസത്തിന് പോണ പോലെ അവിടെ മന്ത്രം ഇത് തകിടും നല്ലവും അവൻ പറഞ്ഞ കാലത്ത് മേടിക്കുന്നത് ഈശ്വരാണെങ്കിൽ അവനപ്പം കണ്ടിരിക്കുന്നു. അവൻ കള്ളനാണെന്നാണ്. അതുകൊണ്ടാണ് നല്ല സ്വർണ്ണക്കടയിലോട്ട് നമ്മൾ അല്ലെങ്കിൽ കൃപയുണ്ടെങ്കിൽ വിശ്വസ്തര കടയിലോട്ട് അതാണ് നിയമവാസന എത്തില്. ആ 18-19 വർഷത്തിൽ പറയുന്നത് ഏറ്റവും നല്ല സ്വർണ്ണം തരും, വെള്ളി തരും, ഭവനം തരും. എന്താ ഭവനം തരാത്ത കാര്യമെന്താണ്? നമ്മളിൽ എന്ത് തകർച്ചുണ്ട്, എത്ര പ്രശ്നങ്ങളുണ്ട്, നമ്മളത് വിട്ടു പോകുന്നില്ല. ദശനത്തിൽ കിടക്കുന്നതാണ്. ഇതാണ് ബന്ധനങ്ങൾക്ക് മോഷിക്കുമ്പോൾ നമ്മൾ സ്ട്രോങ് ഉണ്ടോ? നമ്മുടെ ബന്ധനം നമ്മൾ അറിയില്ല.
ഇപ്പൊ വിശുദ്ധ പൗലോസ് പറയാണ് ഫിലിപ്പിയർ 1:14 പൗലോസിന്റെ ബന്ധനങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ചേർന്നത്. ഈ വചനം പറയുമ്പോൾ തന്നെയാണ് നമ്മൾ ആത്മാവിലാണെങ്കിൽ ഈ ആത്മാവിരിക്കും ഉണ്ടോ. ഇതൊരു ആത്മീയ രഹസ്യമാണ്. അറിയും എലിസബത്തിലേക്ക് ചെന്ന് അഭിവാദനം ചെയ്തപ്പോൾ ലൂക്ക 1:30 വയസ്സിലെ കുട്ടി ഇതുള്ളതാണ്. അപ്പം വചനം നമ്മൾ പാലിക്കുമ്പോൾ പറഞ്ഞാൽ ദൈവാത്മാവുമായി തീരും. ഇത് പ്രാർത്ഥന കേൾക്കുമോ? കേൾക്കും, നിമിഷം കൊണ്ട് കേൾക്കും. വിളിക്കുന്നു നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. മുഖം 59 കേൾക്കുന്നു. യോഹന്നാൻ 9:31 കർത്താവിന്റെ ചെവികൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ കർത്താവിന്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് ശരിയായി അറിയുന്നതിന് നിങ്ങൾക്ക് 2 ക്രോണിക്കൾ ദിനവൃത്താന്തം 33 ഒന്ന് വായിക്കണ്ടേ? വായിക്കാം. 2 ദിനവൃത്താന്തം 33 അധ്യായത്തില് 12 വയസ്സ് രാജാവായത്തിനെ കാണിച്ചു കൊടുക്കുന്ന വല്ല പുസ്തകമുണ്ട്. 12 വയസ്സിൽ പിടിച്ച് രാജാവാക്കിയാല് പിന്നെ എന്തൊക്കെ ചെയ്തു